എല്ലാവർക്കും നമസ്കാരം. 2026 വിഷുക്കണി ഒരുക്കുന്നതിന് ഒരു മുന്നൊരുക്കം എന്നോണം നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ കുറച്ച് ദിവസം മുന്നേ ഈ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വച്ചാൽ വിഷുക്കണിക്ക് പൂർണ്ണ ഫലം നമുക്ക് കിട്ടുമെന്നതിൽ സംശയമില്ല. അതിൽ ഒന്നാമത്തേതാണ് തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഭാഗം കാടുണ്ടെങ്കിൽ തെളിച്ച് മാലിന്യങ്ങൾ മാറ്റി വൃത്തിയാക്കി ഇടുക എന്നുള്ളത്. തെക്ക് പടിഞ്ഞാറ് മൂല അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കന്നിമൂല, അത് വളരെ പ്രാധാന്യപ്പെട്ട ഒരു ദിക്കായി വാസ്തുവിൽ കരുതപ്പെടുന്നു. വിഷു, ഓണം, ശ്രീകൃഷ്ണ ജയന്തി ഇവയ്ക്ക് പ്രാധാന്യമുണ്ട്. രണ്ടാമതായി പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് തുളസിച്ചെടി, മഞ്ഞൾ എന്നിവയുണ്ടെങ്കിൽ ചുവട് വൃത്തിയാക്കി സംരക്ഷിക്കുക എന്നതാണ്. മഞ്ഞൾ, തുളസി എന്നിവയ്ക്ക് വിഷുവിന് വീട്ടിൽ വന്ന് കയറേണ്ട മഹാവിഷ്ണു, ലക്ഷ്മീദേവി എന്നിവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവ എന്ന സവിശേഷത കൂടി ഉള്ളതിനാൽ അവരെ വരവേൽക്കാൻ ഇവ നട്ട് പരിപാലിക്കുകയും ഈ ദിക്കിൽ ചാണകവെള്ളം അല്ലെങ്കിൽ മഞ്ഞൾ തളിച്ച് ശുദ്ധിയാക്കുകയും വേണം. വാസ്തുപ്രകാരം ഈശ്വരീയ വാസമുള്ള ദിക്കാണിത്. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ചന്ദനം, ഭസ്മം, മറ്റ് പ്രസാദങ്ങൾ ബാക്കി വരുന്നത് ഇവിടെ നിക്ഷേപിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടം ശുചിയാക്കി ഇടുന്നതിൻ്റെ പ്രാധാന്യം വളരെയേറെയാണ്. വിഷുവിനെ ഭഗവാനെ കാണുന്നതോടൊപ്പം നാം നമ്മെ തന്നെ കണ്ടു വണങ്ങുകയും ചെയ്യുന്നു. നീ തന്നെയാണ് നിൻ്റെ ഈശ്വരൻ എന്ന ആത്മജ്ഞാനം കൈക്കൊള്ളുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ പൊട്ടിയ ചില്ലുകൾ ഉള്ള കണ്ണാടിയിൽ നോക്കുക വഴി നാം നമ്മെയും നമ്മളിലെ ഐശ്വര്യത്തെയും ഉടഞ്ഞ ചില്ലിന് സമാനമാക്കുന്നു. അതുകൊണ്ട് നേരത്തെ തന്നെ നല്ലതൊരെണ്ണം വാങ്ങി സൂക്ഷിക്കുക. തലേന്ന് സമയം കിട്ടണമെന്നില്ല. അടുത്തതായി നാലാമത് പറയാൻ പോകുന്നത് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദിവസമായി കരുതപ്പെടുന്ന അന്നേ ദിവസം നിങ്ങൾ ഭക്ഷണം പാഴിക്കളഞ്ഞാൽ അത് അടുത്ത ഒരു വർഷം നിങ്ങളെ അന്നത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കും. അതിനാൽ അന്നേ ദിവസം ആവശ്യത്തിന് മാത്രം പാചകം ചെയ്യുക. അന്നപൂർണേശ്വരിയെയും ഭഗവാൻ കൃഷ്ണനെയും പിണക്കി അയക്കാതിരിക്കുക. കുചേലനെ കുബേരൻ ആക്കിയ ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് മറക്കാതിരിക്കുക. അതോടൊപ്പം സാമ്പത്തികം അനുവദിക്കുമെങ്കിൽ വിഷുവിന് 3 നാൾ മുന്നേ വിളക്ക് 5 നാളം തെളിയിച്ച് തുടങ്ങുക. അടുത്ത് അഞ്ചാമതായി പറയാൻ ആഗ്രഹിക്കുന്നത് വിഷുദിനത്തിൽ വീട്ടിലോ അമ്പലത്തിലോ ഭഗവാന് വിഷു കൈനീട്ടം ആയി സമർപ്പിക്കാൻ മഞ്ഞ ഉടയാടയോ കസവ് നേരിയത് അല്ലെങ്കിൽ ഒരു മഞ്ഞക്കോടി എന്നിവയിലൊന്ന് നിങ്ങളുടെ സാമ്പത്തികം പോലെ വാങ്ങി സൂക്ഷിക്കുകയും അന്നേ ദിവസം കുറച്ച് നാണയവും ഭഗവാന് ഏറെ പ്രിയങ്കരമായ അവില്, കദളിപ്പഴം, വെറ്റ, പാക്ക് എന്നിവയോടൊപ്പം ഭഗവാന് സമർപ്പിക്കാം. അത് വിഷുക്കണി ഒരുക്കുമ്പോൾ അതിൽ സമർപ്പിച്ചാലും മതിയാവും. അങ്ങനെ ഭഗവാൻ പ്രസാദിക്കുന്നതിലൂടെ അടുത്ത ഒരു വർഷക്കാലം ഐശ്വര്യം കൈനീട്ടമായി ഭഗവാൻ നിങ്ങൾക്ക് തിരിച്ചു തരുന്നു. വിഷുദിനത്തിൽ വെറുങ്കൈയോടുകൂടി അമ്പലത്തിൽ നിന്നും കൈനീട്ടം വാങ്ങാൻ പോകാതെ ഭഗവാന് മനസ്സ് നിറഞ്ഞ് കൈ നിറഞ്ഞ് ഭഗവാന് സമ്മാനിക്കൂ. ഭഗവാൻ നിങ്ങളിൽ പ്രസാദിക്കും. പിന്നെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ പൂജാമുറിയും വീടും മാറാലയെല്ലാം അടിച്ചുവാരി മുഷിഞ്ഞ വസ്ത്രങ്ങളെല്ലാം കഴുകി മാറ്റി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ പുണ്യാഹമോ മഞ്ഞൾ വെള്ളമോ കടൽ വെള്ളമോ തളിച്ച് തലേന്ന് വൈകുന്നേരം 5 മണിക്ക് മുന്നേ വീട് ശുചിയാക്കി ഇടണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. ഓം നമോ ഭഗവതേ വാസുദേവായ.